പല പല വൻകരകൾ കണ്ടു അനൂപ്. പക്ഷെ വയനാട്ടിൽ കുമ്പളാട്ടേക്ക് തിരിച്ചു വന്നപ്പോൾ അവിടെ ഇതാ ഇപ്പോൾ കുമ്പളാട് മിൽക്ക് പ്രൊഡക്ട്സ് ഉണ്ട്. അത് ഒരുപാട് മിൽക്ക് പ്രൊഡക്ട്സിനിടയിൽ എന്തിനാണ് ഒരു കുമ്പളാട് മിൽക്ക് പ്രൊഡക്ട്സ് എന്നൊരു ചോദ്യം വരും. അനൂപിൻ്റെ ഉത്തരം എന്താ? നമ്മളിവിടെ ഞാൻ എൻ്റെ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന സാധനം മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ, നമ്മളത് മാത്രമേ വിൽക്കുന്നുള്ളൂ. ഒരു വല്ലാണ്ട് ബഹളമല്ല, കൃത്യമായിട്ട് ആരോഗ്യം നോക്കണം. 2019 കോവിഡ് ആ സമയത്താണ് US പ്ലാൻസ് ഒക്കെ വിട്ട്, അതെ ലോക്ക്ഡൗൺ ആയിപ്പോയി. ഇവിടെ വന്നു, പിന്നെ കുറച്ച് US പ്ലാൻസ് ഒക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ക്യാൻസലായി. പിന്നെ ഞാൻ നാട്ടിൽ തന്നെയാണ്. അപ്പോൾ ആ സമയത്താണ് നമ്മൾ ഈ സാധനം തുടങ്ങുന്നത്. ആ സമയത്ത് ആ ഓണത്തിൻ്റെ സീസണിൽ പത്രത്തിലൊരു ന്യൂസ് ഉണ്ടായിരുന്നു. അതായത് കേരളത്തിൽ ഒരു ദിവസം 1 ലക്ഷം ലിറ്റർ മിൽക്ക് ഷോർട്ടേജ് ഉണ്ടായിരുന്നു. ഈ മൊത്തം പാലും കേരളത്തിന് പുറത്തുനിന്നാണ് വന്നുകൊണ്ടിരുന്നത്. പക്ഷേ നമ്മുടെ ചെക്ക് പോസ്റ്റ് പരിശോധിച്ച് പിടിച്ചത് 18,000 ലിറ്റർ പാല് മാത്രമേ ഉള്ളൂ. ബാക്കി വന്ന പാല്, അതായത് 82,000 ലിറ്റർ പാല് മലയാളികൾ കുടിച്ചിട്ടുണ്ട്. അത് കേരളത്തിന് പുറത്തുനിന്ന് വന്നാണ്, ആരും പരിശോധിച്ചിട്ടില്ല. എല്ലാം മോശമെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരു സംഭവമാണത്. അപ്പോൾ നമുക്ക് ഈ സംഭവം തുടങ്ങാനുള്ള ഒരു ഇൻസ്പിറേഷൻ അതാണ്. ഞാനും എൻ്റെ മക്കൾക്കും അത് വാങ്ങിക്കൊടുത്തിട്ടുണ്ട്. ആ പാക്കറ്റ് പാല് വാങ്ങിക്കൊടുത്തിട്ടുണ്ടാവും. എൻ്റെ വീട്ടിലും എല്ലാവരും ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്നത്തെ കാലത്ത് നമുക്കറിയാം, നമ്മുടെ നാട്ടിലിപ്പോൾ ഏറ്റവും ബെസ്റ്റ് ബിസിനസ് എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റലാണ്. ക്യാൻസർ ഹോസ്പിറ്റലുകൾ ഇല്ലാത്ത ജില്ലകൾ വളരെ കുറവാണ്. അങ്ങനെയാണ് നമ്മുടെ പോക്ക്. മലയാളികളുടെ ഹാബിറ്റ് മൊത്തം മാറി. ഇപ്പം നമ്മുടെ കേരളത്തിലെ മാർക്കറ്റ്, ഇപ്പോൾ വയനാട് മാർക്കറ്റ്, ജസ്റ്റ് കൽപ്പറ്റ നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ 200 രൂപയ്ക്ക് 1 കിലോ നെയ്യ് കിട്ടും, 1000 രൂപയ്ക്കും കിട്ടും. പക്ഷേ ഒരു സാധാരണക്കാരൻ, ഇപ്പോൾ ഒരുപക്ഷെ അധികം ആൾക്കാർക്കും അറിവില്ലായ്മ കൊണ്ടായിരിക്കാം, ചെല്ലുമ്പോൾ ഫസ്റ്റ് പ്രയോറിറ്റി ഇപ്പം മലയാളികൾക്ക് റേറ്റാണ്. പക്ഷെ അതിനിടയിൽ എന്താ പറയുക, ഒരുപാട് കോർപ്പറേറ്റ് ഗെയിംസ് ഉണ്ടായിരിക്കാം, പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. പല അറിയുന്നുണ്ടാവും. നമ്മുടെ തിരുപ്പതിയിൽ നിന്നും റിജക്റ്റ് ആയത് 18,000 കണ്ടെയ്നറുകളാണ്. 10-12 കണ്ടെയ്നറുകളുണ്ട്. ആ കണ്ടെയ്നറുകൾ എങ്ങോട്ട് പോയി, ആരെന്ത് ചെയ്തു, ഒന്നും ആർക്കും അറിയില്ല. പക്ഷേ നമ്മുടെ നാട്ടിൽ ഒരു ഓണം, ഒരു പെരുന്നാൾ, ഏതെങ്കിലും ഒരു സമയത്ത് നോക്കുകയാണെങ്കിൽ നമ്മളിവിടെ നെയ്യ് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. 100 ഗ്രാമിൻ്റെ നെയ്യ് നമ്മൾ കൊടുക്കുന്നത് 105 രൂപയ്ക്കാണ്. അതേ 100 രൂപേൻ്റെ നെയ്യ് കടയിൽ 36 രൂപയ്ക്ക് കിട്ടുന്നൊരു സാധനം. ഇതൊരിക്കലും എന്താ പറയുക, നമ്മുടെ റോ മെറ്റീരിയൽ കോസ്റ്റ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ സാധനം ഒരിക്കലും ഉണ്ടാക്കാൻ പറ്റില്ല. പക്ഷെ ആ സാധനം ഉണ്ടാക്കുന്നുണ്ട്, വരുന്നുണ്ട്. പിന്നെ ഇതിപ്പം ഒരാളെയും കുറ്റം പറയല്ല, ഒരു സിസ്റ്റത്തിനെയോ. അങ്ങനെയാണ് കാര്യങ്ങൾ. നമ്മുടെ നാട്ടിലുള്ള ഒരു ഫാക്റ്റാണ്. അനൂപ് ഒരു ഇലക്ട്രോണിക്സ് എഞ്ചിനീയർ ആയിരുന്നു അല്ലേ? ആണ് ഇപ്പോഴും വർക്ക് ചെയ്യുന്നത്. അതെ. ഇപ്പോൾ ഇതായിട്ട് നിൽക്കുന്നതിനിടയിൽ എവിടെ വർക്ക് ചെയ്യാൻ? ഞാൻ രാവിലെ ഒരു 7 മണിക്ക് ഫാമിൽ വന്നു കഴിഞ്ഞാൽ ഉച്ചവരെ മോസ്റ്റ് ഓഫ് ദ ഡേയ്സ് ഫാമിലുണ്ടാവും. ഉച്ചയ്ക്ക് ശേഷം അല്ലെങ്കിൽ ഒരു 1 മണി 2 മണിക്ക് തൊട്ട് രാത്രി 1 മണി അല്ലെങ്കിൽ 2 മണി വരെ ലോഗിൻ ചെയ്ത് ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്. ഒരു ദിവസം ഒരു 16. ഞാനൊരു കാലിഫോർണിയൻ ബേസ്ഡ് ആയിട്ടുള്ള KLA ടെൻകോർ എന്ന് പറഞ്ഞൊരു സെമി കണ്ടക്ടർ മാനുഫാക്ചറിങ് കമ്പനിയാണ്. ഇപ്പോഴും വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം ഇത് രണ്ടായിട്ട് തന്നെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നു. വർക്ക് ഫ്രം ഹോം ആണ്, എപ്പോഴും അല്ല. ഓഫീസ് ചെന്നൈയാണ്, ചില സമയങ്ങളിൽ ഇന്ത്യക്ക് പുറത്തും ട്രാവൽ ചെയ്യാറുണ്ട്. ഇവിടെ ഈ കാലിഫോർണിയൻ ബേസ്ഡ് കമ്പനി എന്ന് പറഞ്ഞു, അവിടുത്തെ ഫാംസ് നോക്കാൻ പോയിട്ട് അവിടെ പോകുന്നുണ്ട്. ഞാൻ ഈ ഒരു 3 മാസം മുന്നേ പോയിരുന്നു. അപ്പോൾ നമ്മുടെ കാലിഫോർണിയൻ ഡയറിയുടെ ഒരു ഫാമുണ്ട്. വലിയ ഫാമുകളാണ്, നമ്മുടെ നാട്ടിലെ പോലെ ചെറുതല്ല. എല്ലാം ഒരു 1000 പശുക്കൾക്ക് മുകളിൽ ഉള്ളതും 100 അല്ലെങ്കിൽ 500 ഏക്കർ ലാൻഡിൽ ഹോസ്റ്റ് ചെയ്തിട്ടുള്ള വളരെ വലിയ ഫാമുകളാണ്. അപ്പം നമുക്ക് അതുപോലൊരു സിസ്റ്റം നമുക്കിവിടെ ചെയ്യാൻ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷെ നമുക്ക് അവിടെ കണ്ട് പഠിച്ച് നമുക്ക് അവിടുന്ന് പറ്റുന്ന കാര്യങ്ങൾ അഡോപ്റ്റ് ചെയ്ത് നമ്മളിവിടെ യൂസ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. അതുപോലെ നിങ്ങൾക്ക് ഇപ്പോൾ എത്ര പശുക്കളുണ്ട്? നമുക്ക് 56 പശുക്കളാണുള്ളത്. കറവയുള്ളത് 27. ആവറേജ് എത്ര പാല് കിട്ടും? നമുക്ക് ഒരു പശുവിൽ ഒരു 17 ലിറ്റർ 17 ലിറ്റർ ആവറേജ് പ്രൊഡക്ഷൻ. ഒരു 480-500 ആ റേഞ്ച് പാല് കിട്ടും. അതിന്റെ പ്രോഡക്ട്സ് ആണ് ഇപ്പോൾ കുമ്പളാട്. അതാണ് കുമ്പളാട് മിൽക്ക് പ്രൊഡക്ട്സ് എന്ന പേരിൽ നമ്മളൊരു ബ്രാൻഡ് ചെയ്ത് ഡയറി ഡെയിം എന്നാണ് നമ്മുടെ ബ്രാൻഡ്. അത്രേ വിൽക്കാൻ പറ്റുള്ളൂ. അത് പക്ഷേ അത് ഒറിജിനലാണ്. അത്രേ ഉള്ളൂ. അത് നമ്മളിത് പ്രോഫിറ്റ് മാത്രം നോക്കിയിട്ട് ചെയ്യുന്ന ഒരു കാര്യമല്ല. കാരണം എനിക്കൊരു ജോലിയുണ്ട്, എൻ്റെ പാർട്ട്ണറായിട്ടുള്ള ആൾക്കും ജോലിയുണ്ട്. റിജേഷ് ആണ്. റിജേഷ് പാർട്ട്ണറായിരുന്നു. ഇപ്പം അവന് പിന്നെ PSC ജോലി കിട്ടിയതുകൊണ്ട് കാരണം ഇപ്പം ഞാനും പിന്നെ വൈഫാണ് കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്നത്.